സ്കന്ദമഹാപുരാണം ശിവരഹസ്യ ഖണ്ഡം തുടരുമ്പോൾ ഇനി വരാൻ പോകുന്നതായിട്ടുള്ള ആ യുദ്ധകാന്ഡം അതില് ആണ് ഈ കാർത്തികേയന്റെ സുബ്രഹ്മണ്യന്റെ അവതാര ഉദ്ദേശം തന്നെ ശൂരപത്മൻ എന്ന അസുരനെ നിഗ്രഹിക്കലാണ്. അപ്പോൾ ആ ഒരു കഥയെ ആണ് തുടർന്ന് വളരെ വിസ്തരിച്ച് വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് ഈ കാർത്തികേയൻ അഗസ്ത്യന് നൽകിയിട്ടുള്ളതായ ചില ഉപദേശങ്ങളും ഈ പുരാണത്തിലെ ഒരു പരാമർശത്തിൽ നമുക്ക് പലയിടത്തും കാണാം അഗസ്ത്യ മഹർഷിയെ വളരെ പ്രാധാന്യത്തോടുകൂടി പറയുന്നതായിട്ട്. ആ അഗസ്ത്യന്റെ പ്രഭാവം കാണിക്കുന്ന പല കഥാസന്ദർഭങ്ങളെയും കാണാൻ കഴിയും. സുബ്രഹ്മണ്യൻ തന്നെയാണ്, സുബ്രഹ്മണ്യസ്വാമി തന്നെയാണ് അഗസ്ത്യ മഹർഷിക്ക് പല ഉപദേശങ്ങളും നൽകിയിട്ടുള്ളത്. എന്താണ് ഭസ്മ മഹാത്മ്യം, രുദ്രാക്ഷ മഹാത്മ്യം, ഇതൊക്കെ വിസ്തരിച്ച് ഉപദേശിക്കുന്നതായിട്ട് കാണാം. ആദ്യം തന്നെ ഭസ്മ മഹാത്മ്യത്തെ കുറിച്ച് പറയുകയാണ്. വിഭൂതി, ഭസ്മം, രക്ഷ എന്നൊക്കെ നാം പറയുന്നതായ ആ ഭസ്മം അത് പാപങ്ങളെ ഭസ്മമാക്കുന്നത് കൊണ്ട് ആണ് അതിനങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്നാണ്. ഇപ്പൊ പുരാണങ്ങളിൽ പലയിടത്തും അതിന്റെ നിർമ്മാണം, അത് എങ്ങനെയാണ് സംസ്കരിച്ചെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ കാണാം. സ്വതവേ ശൈവ സമ്പ്രദായത്തിലാണ് ഈ ഭസ്മധാരണത്തെ വിസ്തരിച്ച് പറയുക. ചിലയിടങ്ങളിൽ വൈഷ്ണവ സമ്പ്രദായത്തിലുള്ളവർ ഭസ്മം ധരിക്കില്ല. ആ ഒരു പദ്ധതി ഇന്നും നിലനിന്ന് കാണാം. ഇന്നും ചില ക്ഷേത്രങ്ങളിൽ വൈഷ്ണവ രീതിയ ഉള്ള ആരാധനകൾ ചെയ്യുമ്പോൾ അവർ ഭസ്മധാരണം ചെയ്യില്ല. തിരിച്ചും ഈ ശൈവന്മാർ, ശൈവാരാധനയെ ചെയ്യുന്നവർ വിഷ്ണു ആരാധനയ്ക്ക് പ്രാധാന്യമുള്ള ചന്ദനം, ഗോപീചന്ദനം ഉപയോഗിക്കില്ല. അങ്ങനെയൊക്കെയുള്ള ചില ഭേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്, കാണാം. പക്ഷെ എന്നിരുന്നാലും ഏതൊരു ദേവകാര്യം ചെയ്യുമ്പോഴും, ദേവകർമ്മങ്ങൾ, പിതൃകർമ്മങ്ങൾ, അങ്ങനെ ഏതൊരു കർമ്മത്തിനും മുന്നോടിയായി ഭസ്മധാരണം ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് അശുചിയുള്ള സമയത്ത്, ഇപ്പോൾ മരണം സംഭവിച്ച ശേഷം മരണാനന്തര ക്രിയകളാണെങ്കിൽ അതെല്ലാം പൂർത്തിയാക്കി ആ മരണാനന്തര ക്രിയകൾ അവസാനിപ്പിച്ചാൽ, സ്നാനം ചെയ്തു വന്നാൽ ആദ്യം ഭസ്മം ധരിക്കുക. അതിനുശേഷം വേണം നമ്മൾ നമ്മളുടെ ദൈനംദിന കാര്യങ്ങളിലേക്ക് കടക്കുവാൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ എല്ലാറ്റിനെയും ഭസ്മമാക്കുന്നത്, പാപങ്ങളെ നശിപ്പിക്കുന്നത്, സ്മരിക്കുന്നതിലൂടെ നന്മകൾ ഉണ്ടാക്കുന്നത് ഒക്കെയാണ് ഭസ്മം. ഇത് ത്രിപുണ്ഡ്രമായി ധരിക്കുന്നു. ത്രിപുണ്ഡ്രധാരണം എന്ന ഒരു രീതി, 3 വരയായിട്ട് അതിനെ ധരിക്കുമ്പോഴാണ് ത്രിപുണ്ഡ്രധാരണം എന്ന് പറയുക. അത് പ്രഭാതത്തിൽ ജലം ചേർത്ത്, വെള്ളം ചേർത്ത് അതിനെ നനച്ച് 3 വരയായിട്ട് ധരിക്കുന്നതിനെ ത്രിപുണ്ഡ്രധാരണം എന്ന് പറഞ്ഞു. സാമാന്യമായിട്ട് നെറ്റിയിൽ, കഴുത്തിൽ, ഹൃദയഭാഗത്ത്, നാഭിപ്രദേശം, 2 ഉരസുകളിലും, ഇതൊക്കെ ചുരുങ്ങിയത് അത്രയെങ്കിലും വേണ്ടതാണ്. പിന്നെ കൈമുട്ടുകൾ, അതുപോലെ തന്നെ കാൽമുട്ടുകൾ, ഇങ്ങനെയുള്ള സന്ധിബന്ധങ്ങളിൽ ഒക്കെ ധരിക്കാറുണ്ട്. പല പുരാണങ്ങളിലും, ദേവീ ഭാഗവതത്തിലും ശിവമഹാപുരാണത്തിലും ഒക്കെ ഈ ഭസ്മ മഹാത്മ്യത്തെ വർണ്ണിക്കുന്നതായിട്ട് കാണാം. പ്രളയകാലത്ത് ആലിലയിൽ, പെരാലിലയിൽ
ആ വിരാട് പുരുഷനായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു ബാലമുകുന്ദനായി ശയിക്കുന്ന സമയത്ത്, ശിശുരൂപത്തിൽ ശയിക്കുന്ന സമയത്ത് ശ്രീപരമേശ്വരൻ ദർശനം നൽകിയെന്നും അപ്പോൾ ആരാണ് തന്റെ മുന്നിൽ ഈ തനിക്ക് ദർശനം നൽകിയതായ ആ ദേവൻ എന്ന് തിരിച്ചറിയാൻ പറ്റാതെ ആരാണ് എന്ന് ചോദിക്കുകയും അപ്പോൾ അവിടെ ശ്രീപരമേശ്വരൻ ഈ ബാലമുകുന്ദന് ഭസ്മത്തെ ധരിക്കാനായിട്ട് നൽകിയെന്നാണ്. ഭസ്മം ധരിച്ചതോടുകൂടി അതുവരെ ബാധിച്ചതായ മായ നീങ്ങി എന്നുമുള്ള ഒരു കഥ പറയുന്നു. അപ്പൊ മായാബന്ധനത്തിൽ നിന്നും രക്ഷിക്കുന്നതാണ്, ഭ്രമത്തെ ഇല്ലാതെയാക്കുന്നതാണ് എന്നൊക്കെ അതിൻ്റെ ആ ഒരു മഹത്വം കാണിക്കുകയാണ്. അതിന്റെ മഹാത്മ്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് പല കഥകളും, ദധീചി എന്ന മഹർഷി, ആ മഹർഷിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കഥ പറയാറുണ്ട്. അതുപോലെ തന്നെ അഗസ്ത്യ മഹർഷി, അദ്ദേഹവും ഈ കാർത്തികേയൻ സുബ്രഹ്മണ്യൻ കൊടുക്കുന്നതായ ഉപദേശം കേട്ട് ആ ഭസ്മ മഹാത്മ്യത്തെ പിന്നീട് ഉൾക്കൊണ്ടുകൊണ്ട് അത് തൻ്റെ ശിഷ്യപരമ്പരകൾക്ക് കൊടുത്തതായിട്ട് കാണാൻ കഴിയും. ഇപ്പൊ ശാപത്തിൽ നിന്ന് പോലും മോചനം നൽകുവാൻ ഉള്ള ഒരു കഴിവ് കേദാരേശ്വരവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അവിടെ ഭജനം ചെയ്തിട്ടുള്ള പല ഭക്തന്മാരുടെയും കഥകൾ നോക്കിയാൽ ഈ ഭസ്മത്തിന്റെ മഹാത്മ്യത്തെ കാണിക്കുന്ന പല കഥകളും അവിടെ പറയും. അപ്പൊ ഭസ്മം ധരിക്കുക, രുദ്രാക്ഷം ധരിക്കുക, ഇത് രണ്ടും ശൈവ ആരാധനയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഭസ്മധാരണം പോലെ തന്നെ ഉള്ള ഒന്നാണ് രുദ്രാക്ഷധാരണം എന്നും. 108 രുദ്രാക്ഷത്തെ ധരിക്കുക, രുദ്രാക്ഷത്തെ അഭിഷേകം ചെയ്ത് അതിനെ പൂജിച്ച ശേഷം അതിനെ ധരിക്കുക. ഏകമുഖ രുദ്രാക്ഷം, പഞ്ചമുഖ രുദ്രാക്ഷം, ഏകാദശമുഖ രുദ്രാക്ഷം, ഇതൊക്കെ ധരിക്കുവാൻ യോഗ്യമായിട്ടുള്ളതാണ്. നന്ദിഗ്രാമത്തിലെ മഹാനന്ദ എന്ന ഒരു ഗണികയെക്കുറിച്ച് ശിവപുരാണത്തിൽ പറയുന്ന ഒരു കഥയാണ്. ഇവിടെ വളരെ ചുരുക്കിയിട്ട് അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഗണികയാണ്, അല്ലെങ്കിൽ ഒരു പുംശലിയാണ് എന്നാണ്. അതായത് വേശ്യാവൃത്തിയെ ചെയ്തുകൊണ്ട് ഉപജീവനം നടത്തുന്ന സ്ത്രീയായിരുന്നു ഈ മഹാനന്ദ. അപ്പൊ അവരുടെ അടുത്ത് ധാരാളം ധനികന്മാരായിട്ടുള്ളവർ വരും. അവരെയൊക്കെ ഈ മഹാനന്ദ സ്വീകരിക്കും. അങ്ങനെ 1-2 ദിവസങ്ങൾ ഈ മഹാനന്ദയോടൊപ്പം അവർ ചെലവഴിക്കും. മടങ്ങി പോകുമ്പോൾ ധാരാളം ധനമൊക്കെ കൊടുക്കും. അങ്ങനെ വലിയ ധനികയായി തീർന്ന ഈ മഹാനന്ദ പ്രവൃത്തി, കർമ്മം ഇതാണെങ്കിലും സമൂഹത്തിന്റെ മുന്നിൽ ഒരു മാന്യത ഉള്ള പ്രവൃത്തിയല്ല. മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഗണികയായ സ്ത്രീ, വേശ്യാവൃത്തിയെ ചെയ്യുന്ന സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിനെ ആരും അംഗീകരിക്കുകയോ സമൂഹത്തിൽ എവിടെയെങ്കിലും ഒരു നല്ല സ്ഥാനം കൊടുക്കുകയോ ചെയ്യില്ല. എപ്പോഴും വെറുപ്പോടുകൂടി കാണപ്പെടുന്ന ഒരാളായിരിക്കും. പക്ഷെ ഇവരുടെ ഒരു പ്രത്യേകത, അവർ വലിയൊരു ശിവഭക്തയായിരുന്നു എന്നാണ്. ചെയ്യുന്ന പ്രവൃത്തി ഇതാണെങ്കിലും അവർ എന്നും ശിവാരാധനയെ നടത്തുന്നവരാണ്, ശിവപൂജ ചെയ്യുന്നവരാണ്. എന്നും പ്രഭാതത്തിൽ എഴുന്നേറ്റ് സ്നാനം ചെയ്ത് ശിവപൂജ ചെയ്ത് പൂർത്തിയാക്കിയിട്ടേ അവര് മറ്റു ഗൃഹകൃത്യങ്ങളിൽ വ്യാപൃതരാവൂ. ശിവഭക്തന്മാരെ വലിയ ആരാധനയാണ്. അവര് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ കഴുത്തിൽ പോലും രുദ്രാക്ഷത്തെയൊക്കെ ധരിപ്പിച്ചിട്ടാണ് എന്നാണ്. ഇവരുടെ ഈ മഹാനന്ദയുടെ ആ ഭക്തിയെ പരീക്ഷിക്കാൻ വേണ്ടി ശ്രീപരമേശ്വരൻ തന്നെ ഒരു
ധനികനായിട്ട്, ഒരു വലിയ കച്ചവടം ചെയ്യുന്ന ഒരു വൈശ്യപ്രമാണിയായിട്ട് പരീക്ഷിക്കാൻ വേണ്ടി വന്നു എന്ന കഥ പുരാണ പ്രസിദ്ധമാണ്.